Take the ramp on the right to I-25 North. In 1.5 kilometers, take exit 8B on the right to I-80 West. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റെനോ, അപ്പോൾ നമ്മുടെ നെവാഡ യാത്രയുടെ രണ്ടാമത്തെ ദിവസം നമ്മളിപ്പോൾ ഉള്ളത് വയോമിങ്ങിലാണ്. വയോമിങ്ങിലെ റോക്ക് സ്പ്രിങ്സ് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തോടൊക്കെ അടുക്കുന്നു. സമയം ഏകദേശം 5 മണി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ദേവസ്യാച്ചൻ ഒന്നിച്ച് കയറി. പുറത്ത് നല്ല കാറ്റാണ്, പക്ഷേ ടെമ്പറേച്ചർ 19 ഡിഗ്രിയോളം ഉണ്ട്. എന്തായാലും നമുക്ക് വണ്ടി കയറി യാത്ര തുടങ്ങാലോ. ബാക്കി വിശേഷങ്ങൾ അകത്ത് കയറിയിട്ട് പറയാം, കാരണം പുറത്ത് കാറ്റായതുകൊണ്ടേ ഒന്നും ക്ലിയർ അല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർ നമുക്ക് അയച്ച ചില സംശയങ്ങളും അല്ലെ കമൻസിന് റിപ്ലൈ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. അപ്പം സ്കോട്ട് ആറ്റ്കിൻസ് 1 എന്ന് പറയുന്ന പ്രൊഫൈൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ പുതിയ ട്രിപ്പ് തുടങ്ങുമ്പോൾ ആദ്യം ആര് ഓടിക്കണമെന്ന് എങ്ങനെ തീരുമാനിക്കും? അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ ട്രിപ്പിലെ ലാസ്റ്റ് ഡ്രൈവർ 12 അവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് യാടെത്തിയാൽ നെക്സ്റ്റ് ട്രിപ്പ് തുടങ്ങുന്ന അദ്ദേഹമായിരിക്കുമോ? അപ്പം ബ്രോയുടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ക്ലിയർ ആക്കട്ടെ. നമ്മുടെ നോർത്ത് അമേരിക്കയിലെ ട്രക്കേഴ്സിന് 2 hours ഓഫ് സർവീസാണുള്ളത്. അതായത് ചെറിയൊരു വ്യത്യാസമുള്ളൂ. US അമേരിക്കയിൽ നമുക്ക് 14 hour ഓൺ ഡ്യൂട്ടി വിൻഡോയ്ക്കകത്ത് 11 മണിക്കൂർ നമുക്ക് വണ്ടി ഓടിക്കാം. അതേസമയം കാനഡയിലാണെങ്കിൽ 14 hour ഓൺ ഡ്യൂട്ടി വിൻഡോയ്ക്കകത്ത് 13 മണിക്കൂർ വണ്ടി ഓടിക്കാം. ഈ ഓൺ ഡ്യൂട്ടി വിൻഡോ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നോട്ട് പറയാവേ. ഇത് പറഞ്ഞ് ഒത്തിരി കോംപ്ലിക്കേറ്റ് ആക്കാതെ സംഭവം ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു ദിവസം അമേരിക്കയിലെ കേസ് വെച്ചിട്ട് 11 മണിക്കൂർ ഒരു ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാം. ഈ 11 മണിക്കൂറിൻ്റെ ഡ്രൈവിങ് നമ്മൾ തുടങ്ങുന്ന ആ സമയം തൊട്ടുള്ള 14 മണിക്കൂറിൻ്റെ ഇടയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. ടോട്ടൽ ആ ഒരു 14 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2 മണിക്കൂർ ഓടിച്ചോളം എന്നിരിക്കട്ടെ, പക്ഷേ നമുക്ക് കമ്പൽസറി നമ്മുടെ ഡ്രൈവിംഗ് ടൈം തീർന്നു. കാരണം 14 മണിക്കൂർ ഓൺ ഡ്യൂട്ടി വിൻഡോ തീർന്നല്ലോ. ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഒരു 3 to 3 എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. രാവിലെ 3 തൊട്ട് ഉച്ച കഴിഞ്ഞ് 3 വരെ, ഉച്ച കഴിഞ്ഞ് 3 തൊട്ട് വെളുപ്പിനെ 3 മണി വരെ. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിളും നമ്മുടെ ക്ഷീണമില്ലായ്മയും, കാരണം നമ്മുടെ ശരീരം മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പായിട്ട് അങ്ങ് അഡാപ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഉറക്കവും കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഇതിങ്ങനെ ഫോളോ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു യാത്ര തുടങ്ങുമ്പോഴത്തേക്കും ആരാണ് ആദ്യം വണ്ടി ഓടിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം സംഭവത്രേ ഉള്ളൂ. അത് ആരുടെ വിൻഡോയിലാണ് ഈ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രൈവ് എന്നുള്ളതിനനുസരിച്ച്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞാണ് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടത്ത് ഈ ടണൽ വന്നപ്പോഴത്തേക്കും ഒരു കാര്യം പറയാം. ഇതിപ്പോൾ വയോമിങ്ങിലെ ഗ്രീൻ റിവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ടണലാണ് കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ടണൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു 2 കൊല്ലമായി, അതോ കഴിഞ്ഞ വിൻ്ററിലാണോ? ഇല്ല, ഈ വിൻ്ററിലല്ല, കഴിഞ്ഞ വിൻ്ററിലായിരിക്കണം. അതിൻ്റെ അകത്തൊരു വലിയ തീപിടുത്തം നടന്നിട്ട് ഇവിടുന്ന് ഭയങ്കര വലിയ ഇഷ്യൂ ആയിരുന്നു. നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവം ഇതുവരെ അവർ പ്രോപ്പറായിട്ടൊന്നും റീഓപ്പൺ ചെയ്തിട്ടില്ല. ഇപ്പോഴും മെയിൻ്റനൻസ് നടക്കും. അതുകൊണ്ടാണ് ഒരു സൈഡിലെ അപ്പുറത്തെ സൈഡിലെ ടണൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഈ ഒരു ഒറ്റ സൈഡിൽ കൂടെ 2 അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാഫിക്കിനെ കടത്തി വിടുന്നത്. അപ്പോൾ അതൊരു വലിയ അപകടമായിരുന്നു. എനിവേ, അത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഗ്രീൻ റിവറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷമാണ് നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ 3 മണിക്ക് ഉച്ച കഴിഞ്ഞ് ആരാണോ സാധാരണ വണ്ടി ഓടിക്കുന്നത് അയാൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ രാവിലെയാണ് വണ്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സാധാരണ രാവിലെ ആരാ വണ്ടി ഓടിക്കുന്നത് അയാൾ സ്റ്റാർട്ട് ചെയ്യും. ഇൻ കേസ് ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേക്കും ആ ഓടിക്കുന്ന ആൾക്ക് ഇനിയും മിച്ചം അവേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് പോയി. അതിപ്പം ബേസിക്കലി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഈ വണ്ടി ഓടിക്കാൻ ക്രേസ് ഉള്ളവരാണല്ലോ. അല്ല, വണ്ടി ഓടിക്കുന്നതിൽ ഒരു മടുപ്പില്ലാത്ത ആൾക്കാരാണ് ഒരുമാതിരിപ്പെട്ടവരെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര ഓടിച്ചില്ലേ, നീ ഇത്ര അല്ലേ ഓടിച്ചുള്ളൂ, നിനക്കങ്ങ് ഓടിച്ചുകൂടെ, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും ഇതുവരെ നമ്മൾ ടീം ഡ്രൈവേഴ്സായിട്ട് ഓടിച്ച ആരുടെ ഇടയിലും കണ്ടിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ചില കണക്ക് കൂട്ടലുകളും വഴക്കുകളും ഒക്കെ ഉള്ള ടീം ഡ്രൈവേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനാണേലും നമ്മുടെ കൂടെ ഓടിച്ചിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും ആണെങ്കിലും വണ്ടി ഓടിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു കണക്ക് പറച്ചിലൊന്നും വന്നിട്ടില്ല.
അപ്പോൾ അത് വണ്ടി ഓടിച്ച് നിർത്തുമ്പോഴാണേലും വണ്ടി ഓടിച്ച് തുടങ്ങുമ്പോഴാണേലും ഇത് ബാധിക്കാറുണ്ട് കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് തുടങ്ങുന്നത് രാവിലെ 10 മണിക്കാണെന്നിരിക്കട്ടെ, 10 മണി തൊട്ട് 3 മണി വരെ അയാൾ വണ്ടി ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് അയാൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യും, ഉച്ച കഴിഞ്ഞ് കൊടുക്കുന്ന ആൾ വണ്ടി എടുക്കും. അപ്പോൾ അയാൾ കുറച്ചല്ലേ ഓടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും ഡ്രൈവിങ്ങിനും നമ്മുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലിവിങ്ങിനും. പിന്നെ യൂറോപ്പിലെ ചില ഡ്രൈവർമാരുമായിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഡ്രൈവർമാരുടെ സമയം കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെക്ഷനും അല്ല ഒരു സിസ്റ്റവും നമ്മുടെ ഇവിടെ നോർത്ത് അമേരിക്കയിലെ സിസ്റ്റവും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആട്ടോ. നമുക്കിവിടെ ഇലക്ട്രോണിക് ലോഗാണ്. അപ്പം എല്ലാ ഡ്രൈവേഴ്സിനും അവരുടേതായ ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് സിസ്റ്റം ആണെങ്കിലും ആ സിസ്റ്റത്തിൽ നമ്മൾ നമ്മുടെ പാസ്വേഡും ഐ ഡി ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുന്നത്, നമ്മുടെ ഡ്രൈവിംഗ് ഡീറ്റെയിലും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിൽ ടാക്കോ കാർഡ് എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും ഒരു കാർഡ് കിട്ടുമെന്നുണ്ടോ, ആ കാർഡ് ഇട്ടിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. എന്നാൽ റീസെൻ്റ്ലി നമ്മുടെ ചില ആൾക്കാർ ടാക്കോ കാർഡിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടിക്ക് ശരിക്കും അത് ബാധകമല്ല, ഓടിക്കുന്ന ഡ്രൈവറാണ് റെസ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ വണ്ടി ഇപ്പം മറ്റൊരു ഡ്രൈവിംഗ് ടൈം ഉള്ള ഒരു ഡ്രൈവറിന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വണ്ടി എടുത്തുകൊണ്ട് സുഖമായിട്ട് കണ്ടിന്യൂ ചെയ്യാവേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാമിലി വ്ളോഗ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു. അതിൻ്റെ അകത്ത് നമ്മുടെ ബൈക്ക് കാണിച്ചപ്പോഴത്തേക്ക് ഒത്തിരി പേര് ആ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജും ഒക്കെ അയച്ചു. സമയം കിട്ടുമ്പോൾ ബ്രോ നമ്മുടെ ബൈക്ക് പുറത്തെടുക്കണം, ബൈക്കും കൊണ്ട് ട്രിപ്പ് പോകണം, വിശേഷങ്ങൾ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ടെന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ കുറേ ബൈക്ക് ഓടിക്കുമായിരുന്നു, വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നെങ്കിലും നമ്മളെ ബൈക്ക് ഈ ട്രക്കിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ വ്യൂവർഷിപ്പ് താഴും. അപ്പം അതുവരെ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന വ്യൂവർഷിപ്പ് നിപ്പി താഴെ പോകുമ്പോഴത്തേക്കും നമ്മളെ എത്ര നാളത്തെ അധ്വാനമാണ് സാധനം താഴെപ്പണേ. ഇപ്പം നിങ്ങൾ ഈ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ഇടാണ്ടിരിക്കുകയോ ഒന്ന് ലൈക്ക് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്താൽ അപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു മിസ്സിങ്ങിൽ നിന്ന് പിന്നെ വീണ്ടും നമ്മുടെ ആ ഒരു വ്യൂവർഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ പാടാണ്. അപ്പം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ വീഡിയോ കഷ്ടിച്ചാരും കണ്ടില്ല, അല്ലെങ്കിൽ ഒത്തിരി താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീഡിയോ ഉണ്ടാക്കാൻ എന്ത് മോട്ടിവേഷനുള്ളത്? വേറെ ഒരു കാരണവുമില്ല വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വ്യൂവർഷിപ്പ് താഴെ പോവുകയാണല്ലോ, അല്ലെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊന്നും ഇൻട്രസ്റ്റ് അല്ലല്ലോ എന്നോർത്തിട്ടാണ് പിന്നെ പയ്യെ ബൈക്ക് റൈഡിങ്ങിൻ്റെ വീഡിയോസും ബൈക്ക് റൈഡിങ്ങും ഒക്കെ തന്നെ മൊത്തത്തിൽ കുറഞ്ഞത്. കാരണം നമുക്ക് ഈ ഒരു സാധനം തരുന്ന ഒരു ലഹരി ഉണ്ടല്ലോ, വീഡിയോ എഡിറ്റിങ്ങും യൂട്യൂബിലിടുന്നതും നിങ്ങളുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതും, അത് നമുക്കൊരു ഭയങ്കര അഡിക്ഷനായി മാറിയേക്കുക. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നമ്മൾ പയ്യെ മാറ്റി വെക്കുന്ന ഒരു രീതിയിലേക്ക് വരെ അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് സംഭവം വേറെ ഒന്നുമില്ല, അതുകൊണ്ടൊക്കെയാണ് പൊതുവേ നമ്മുടെ ബൈക്ക് റൈഡിങ്ങിൻ്റെ വീഡിയോസ് കുറഞ്ഞത്. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ സമ്മറല്ലേ, സമ്മറിൽ നമുക്ക് എന്തായാലും രണ്ടും കൽപ്പിച്ച് ബൈക്ക് എടുത്ത് നമുക്കൊന്ന് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്യാനും മാക്സിമം നന്നായിട്ട് കൊണ്ടുവരാനും ഒക്കെ ഒന്ന് ശ്രമിക്കാം. ആദ്യം നമുക്ക് ചില വൺ ഡേ റൈഡുകളൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ചൊന്ന് നമുക്ക് പിന്നീട് കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് ബൈക്കുണ്ട്, ജീപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പല വണ്ടികളുമായിട്ട് നമുക്ക് ട്രിപ്പുകളും റൈഡുകളും അല്ലെ ലോക്കലായിട്ടുള്ള കാനഡയിലെ മറ്റു സ്ഥലങ്ങളും എല്ലാം നമുക്ക് കൊണ്ട് കാണിക്കാം. അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് നമ്മളെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ് ആ ഒരു കാര്യം ഇരിക്കുന്നത്. നമുക്കെന്തായാലും കൊണ്ടുവരണം അതൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മുടെ കനേഡിയൻ ബോർഡറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയ്ക്കകത്ത് നമ്മുടെ ജിഷ്ണു ബ്രോയുടെ പേരൻസ് എല്ലാം നമ്മളെ വീഡിയോ കാണുന്ന കാര്യം അതിന് പ്രത്യേകം താങ്ക്സ് ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. അവരുടെയും പേരൻസ് എല്ലാം നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ കുറേ പേര് അവരുടെ പിള്ളേരോടൊപ്പം, കുഞ്ഞു പിള്ളേരോടൊപ്പം നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുന്ന ഒത്തിരി വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നു. അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് കേട്ടോ. കാരണം 100% നിങ്ങൾ തരുന്ന സ്നേഹം മാത്രമാണ് ഈ യാത്രകൾക്കിടയിൽ നമുക്ക് ഓരോ ദിവസം സമയം മാറ്റി വെച്ച് ഈ വ്ളോഗ് ചെയ്യാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം 1.5 കൊല്ലമായി നമ്മൾ അലാസ്കയിലേക്കുള്ള ഒരു ട്രിപ്പ് കിട്ടുമെന്ന് നോക്കി നമ്മളിങ്ങനെ ഇരിക്കുന്നു. ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. തന്നെയല്ല, ട്രക്കിങ്ങിൽ നമുക്ക് അലാസ്കയ്ക്ക് പോകാൻ മറ്റൊരു കമ്പനിയുടെ ലോഡ്, ഇപ്പം നമ്മൾ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അലാസ്കയ്ക്ക് ലോഡ് വിടുന്നത് ഇവിടുന്ന് വലിയ ലാഭമുള്ളൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റിട്ടേൺ ലോഡൊക്കെ വളരെ കുറവായിരിക്കും. കൂടുതലും സ്ഥിരമായിട്ട് അങ്ങോട്ട് ഓടുന്ന ഈ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രക്കുകളാണെന്നാണ് പൊതുവെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പം നമ്മുടെ ബൈക്ക് റൈഡിങ്ങിനൊക്കെ ഒരു നല്ല സപ്പോർട്ട് നിങ്ങളുടെ അടുത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ബൈക്കും കൊണ്ട് നമുക്ക് ടൊറൻറ്റോയിൽ നിന്ന് അലാസ്കയിലേക്ക് ഒരു റൈഡ് വെച്ചാലോ എന്നാണ് എൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കുന്നത്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൂടാതെ ഏകദേശം ഒരു 2-3 ആഴ്ച എടുക്കുന്ന ഒരു പരിപാടിയാണ്. 2-3 ആഴ്ചത്തെ ജോലി കളയുക, അതോടൊപ്പം ആ റൈഡിങ്ങിനുള്ള കോസ്റ്റ് കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല ചിലവേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് ഏറ്റവും മെയിൻ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും രീതി കൂടെ ഇപ്പോൾ സ്പോൺസർഷിപ്പിക്കുകയോ ഒക്കെ നമുക്ക് അതിനുള്ള കോസ്റ്റ് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഒക്കെ മനസ്സിൽ കൂടെ കിടക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നിഖിൽ RAPH, നിഖിൽ ബ്രോയും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെർ ഡേ 2 പേരുടെയും ടോട്ടൽ ഷിഫ്റ്റ് എത്ര മണിക്കൂറാണെന്നുള്ളത്. അപ്പം ബ്രോയുടെയും ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ 12 മണിക്കൂർ നമ്മുടെ ഷിഫ്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ഇരുന്ന് വണ്ടി ഓടിക്കും കേട്ടോ. ഈ ഡെലിവറി ചെയ്യേണ്ട ദിവസങ്ങളിൽ അല്ല ആക്സിഡൻറ്റോ വണ്ടിയുടെ മെയിൻ്റനൻസോ ബ്രേക്ക് ഡൗണോ ഒക്കെ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ബ്രേക്ക് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയാൽ ഇരുന്ന് ഓടിക്കും. അതിൻ്റെ ഇടയിൽ നാച്ചുറലി എന്തായാലും നമുക്ക് 1/2 മണിക്കൂറിൻ്റെ ബ്രേക്ക് എടുക്കാം. പിന്നെ ചിലപ്പോൾ ഫ്യൂലിംഗ് വരും, അതൊക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ. എന്തായാലും 12 മണിക്കൂറാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഹായ്, ഇപ്പോൾ നമ്മൾ വയോമിങ് ക്രോസ് ചെയ്ത് യൂത്തേലേക്ക് കയറി. ഇവിടെ ഒരു കിടിലൻ ട്രക്ക് സ്റ്റോപ്പുണ്ട്, റെസ്റ്റ് ഏരിയ. അപ്പോൾ അതിൻ്റെ സൺസെറ്റ് കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മലയോടി കയറുക. നോക്കാം. വാ, വേണ്ടേ, ഇതാണ് നമ്മുടെ സ്പോട്ട്. എങ്ങനെയുണ്ടോ നോക്കിക്കേ. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ചെറിയ മുട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. സൺലൈറ്റ് പോകുന്നതിന് മുമ്പ് വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിക്കയറിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ലെൻസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷ്വൽസ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വേറെ 2-3 വിഷ്വൽസും കൂടെ കാണിച്ചു തരാം. ട്രെക്കിങ് ചെയ്യാനും മൗണ്ടൻസ് ക്ലൈംബ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവരെ കൊതി പിടിപ്പിക്കുന്ന ടൈപ്പ് മൗണ്ടൻസാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. താഴെ കാണുന്ന ആ ഒരു വര റെയിൽവേ ട്രാക്കാണ് കേട്ടോ. ചില സമയത്ത് അതുവഴി ട്രെയിൻ പോകുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. ലോ ലൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ഭംഗി നമുക്കങ്ങ് പൂർണ്ണതയോടുകൂടി കൊണ്ടുവരാൻ പറ്റുന്നില്ല. പക്ഷേ അത് നമുക്ക് വിഷയമല്ല, ഇത്രയായാലും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ബ്രേക്കിന് നിർത്തിയതുള്ളൂ. താഴെ ട്രക്കിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കണം, ബ്രേക്ക് എടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ രാവിലെ നമ്മൾ ഡെലിവറി ചെയ്യും. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Lighten up, take me on your magic river. Tell me all your dreams align. Sign me up and tell me about the people that you know who are trying to feel alive. If you need to cry, just come share my pillow and rain, rain, go away. I wanna hear about everything